സാറിന് എന്നോടുള്ള പിണക്കം ഇതുവരെ മാറിയില്ലേ? എനിക്ക് ആരോടും അങ്ങനെ പ്രത്യേകിച്ച് ഇണക്കവും ഇല്ല പിണക്കവും ഇല്ല. സാറെന്താ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? നമ്മൾ തമ്മിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. സാറിന് എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എന്നെ രാധമ്മയും കണ്ടിട്ട് സാർ ഒരക്ഷരം സംസാരിച്ചില്ല. ഞാനെന്തിനു സംസാരിക്കണം? നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവര് ഇവിടെ തന്നെ ഉണ്ടല്ലോ, അവരോട് സംസാരിച്ചാൽ മതി. നമ്മളൊക്കെ ആര്? മനുഷ്യത്വം ഇല്ലാത്തവര്, കൊള്ളരുതാത്തവര്, നീചന്മാര്, വൃത്തികെട്ടവര്. സാറെന്താ ഒരകൽച്ചയോടെ സംസാരിക്കുന്നത്? മനസ്സുകൊണ്ട് തന്നെ തളർന്നു പോയിടോ. എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. സാറ്, എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാ ഇനി പത്മാവതി മാഡം ഈ വീട്ടിൽ നിന്ന് പോകരുത്, ഇവിടെ തന്നെ നിൽക്കണം. എന്താ ഇത്? ഓഫ് ചെയ്യണ്ട. അതൊന്നും ശരിയാവില്ല വേണുവേട്ടാ. പ്രതാപേട്ട ഒരിക്കലും രക്ഷപ്പെടില്ല. അദ്ദേഹം അംബികയുടെ പിടിയിൽ കിടന്ന് വട്ടം കറങ്ങോ. ഞാൻ ഇവിടുന്ന് പോവാ. എന്തിന്? മേഡം ഇവിടുന്ന് എന്തിനു പോണോന്ന് എന്റെ ചോദ്യം. അതെ, ഇത് മാഡത്തിനോട് വീടല്ലേ? ഇതെല്ലാം സൂര്യമംഗലത്തെ സ്വത്തുക്കളാ മഹാദേവവർമ്മ സാറ് ദാനം കൊടുത്തത്. പിന്നെ കുറച്ചൊക്കെ പ്രതാപവർമ്മ സാറിന്റെ അധ്വാനം. ഞാൻ കണ്ട ഏറ്റവും നല്ല മനുഷ്യരില് ഒന്ന് മഹാദേവവർമ്മ സാറും മറ്റൊന്ന് പ്രതാപവർമ്മ സാറും. മഹാദേവവർമ്മ സാറ് വലിയ കരുത്തനാ, പ്രതാപവർമ്മ സാറ് ശുദ്ധനും. പക്ഷേ അംബികയുടെ കയ്യിലെ കൊരങ്ങായി പോയിന്ന് മാത്രം. പത്മാവതി മാഡത്തിനോട് എത്ര കാലമായിട്ട് ഞാൻ പറയുന്നതാ ഇങ്ങോട്ട് തിരിച്ചു വരാൻ. മാഡം വർമ്മ സാറിന്റെ ഭാര്യയല്ലേ, മോളുടെ അമ്മയും. ഇവിടെ തന്നെ താമസിക്കണം. സത്യം പറഞ്ഞ ഈ വർമ്മ സാർ എന്തൊരു മനുഷ്യനാ. വലിയ രാഷ്ട്രീയക്കാരന്റെ മന്ത്രിക്കാരൻ ആളല്ലേ? ഞാൻ പറഞ്ഞില്ലേ, സാറ് വളരെ നല്ല മനുഷ്യനാ. പക്ഷേ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുന്നു കേട്ടിട്ടില്ലേ? അതാണ് സാക്ഷാൽ പ്രതാപവർമ്മ സാർ. പ്രതാപ, കൊണ്ടുവരുന്നുണ്ടാക്കരുത്.